വിജയകുമാരിയുടെ അടുത്ത് ആദ്യം എനിക്ക് ചോദിക്കാനുള്ള സംഗീതപരമായിട്ടുള്ളൊരു കാര്യമാണ്. പാട്ട് രംഗങ്ങൾ പാടുമ്പോൾ അത് ലിപ്പനയ്ക്കാൻ മതി, പക്ഷെ എങ്കിലും കറക്റ്റായിട്ട് ടൈമിംഗ് വരണം. അതെ അതെ അതെ, അറിഞ്ഞില്ലെങ്കിൽ അത് പാടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഒരു പാട്ട് പാടിയേ പറ്റൂ. ഞാനൊരു നാടകഗാനം 4 വരി പാടാം. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഒരു ജ്ഞാനസ് കൂടാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. ഇത് സുലോചന ചേച്ചിയും അല്ലേ, എസ് ജോർജ് സാർ. എന്തായാലും നന്നായിരിക്കുന്നു. ഈ നാടകം, സീരിയൽ, സിനിമ, ഇങ്ങനെ 3 വിഭാഗത്തിലാണല്ലോ വിജയകുമാരി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം തുടങ്ങിയതിലാണ്? ആദ്യം തുടങ്ങിയ സിനിമയിലാണ്. സിനിമയിൽ എങ്ങനെയാണ്? അത് എൻ്റെ സഹോദരൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇങ്ങനൊരു വേഷം ഉണ്ടെന്നും പറഞ്ഞ്, ബക്കർ സാറിന്റെ പടമായിരുന്നു, പി എ ബക്കർ, ശ്രീനാരായണ ഗുരുദേവൻ. അതിൽ ഗുരുവിന്റെ പെങ്ങളായിട്ട്. എവിടെ വെച്ചായിരുന്നു ഷൂട്ടിംഗ്? അത് ഇവിടെ ചിത്രാഞ്ജലിയിൽ സെറ്റിട്ട് അവിടെയായിരുന്നു. എനിക്കൊരു 12 വയസ്സൊക്കെ വരും. നാടകം ഏതാണ് ആദ്യത്തെ നാടകം? ആദ്യത്തെ നാടകം കാളിദാസ കലാകേന്ദ്രത്തിന്റെ ആഗമം നാടകം. അതിനകത്ത് പാട്ടായിട്ടാണോ? അതിൽ പാട്ട് പാടാം. പക്ഷെ പാട്ടൊന്നും ചോദിച്ചാൽ എനിക്ക് ഓർമ്മ അർജുന മാഷായിരുന്നു എന്റെ മ്യൂസിക്. സാറേ അങ്ങനെ എനിക്കറിയാം. ഞാൻ ഡോക്ടർ നാടകത്തിലെ പാട്ട് ഓർമ്മയുണ്ട്. ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ നാടകം എടുത്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അത് എടുക്കുമല്ലോ. അപ്പോഴ് ഓർക്കസ്ട്രയുടെ കൂടെ പാടിയത് ഞാനാണ്. കൈക്കുമ്പിളിൽ നിന്നൊരു പൂത്തരുമോ, പൂക്കാരാ പൂത്തരുമോ, പൂക്കാരാ പൂക്കാരാ കൈക്കുമ്പിളിൽ നിന്നൊരു പൂത്തരുമോ, പൂക്കാരാ പൂത്തരുമോ. നാടകത്തിന് ഒരുപാട് ദിവസം റിഹേഴ്സലൊക്കെ ഇല്ലേ? ഉണ്ട്. 30 ദിവസത്തോളം റിഹേഴ്സൽ വരും. 30 ദിവസം. അപ്പം ഈ 30 ദിവസത്തിൽ നമ്മൾ മൊത്തം പഠിച്ച് റെഡി ആയിട്ടിരിക്കണം. ഓർക്കസ്ട്രയായിട്ട് ഇതായി ലൈറ്റ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനിടയിൽ ഈ അഭിനയിക്കുന്ന ഒരു 7-8 പേരായിരിക്കുമല്ലോ മാക്സിമം. കസ്തൂരിമാൻ എന്ന നാടകം കുമരകത്ത് വെച്ച് നടക്കുന്നു. എന്ത് സംഭവിച്ചു? അതൊരു ഭയങ്കര കഥയാണ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാ. ഞങ്ങളെ സ്ത്രീകളെ എല്ലാം ഒരു വള്ളത്തിൽ കൊണ്ടുപോവാ. സെറ്റൊക്കെ വേറൊരു വള്ളത്തിൽ കൊണ്ടുപോയി. ആണുങ്ങളെല്ലാം അവിടെ നല്ല പ്രകൃതി ഭംഗിയാ കണ്ട്, സന്ധ്യയല്ലേ, അങ്ങനെ പോകാന്ന് പറഞ്ഞ് ആണുങ്ങളെല്ലാം അങ്ങ് പോയി. 2 പേര് മാത്രം, ട്രൂപ്പിന്റെ മാനേജരും വേറെ ഒരു ഓർക്കസ്ട്രയിലെ ഒരു ചേട്ടനും മാത്രം ഞങ്ങളുടെ കൂടെ. ഞാൻ കുട്ടിയടത്തി വിലാസിനി ചേച്ചിയുണ്ട്, പിന്നെ കുമരകൻ രവിചേട്ടന്റെ ഭാര്യയുണ്ട് അനിത. ഞങ്ങളെല്ലാവരും കൂടെ വള്ളത്തിൽ കയറി. ഭയങ്കര ഇരുട്ട്. ഇപ്പൊ ടോർച്ചൊക്കെ അടിച്ചാ കയറിയേ. ഒരു ഒന്നുമല്ലാത്ത സ്ഥലത്ത് വന്നപ്പം വള്ളത്തിനകത്തുനിന്ന് ഭയങ്കര തെറി പാട്ട്. അപ്പൊ തുഴയുന്നവര് ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ആരാന്നറിയാൻ വയ്യ. നോക്കിയപ്പോ ഒരാൾ വള്ളത്തിൽ കിടക്കുക. അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ടയത്. അപ്പൊ അയാള് വഴി തെറ്റിച്ച് വള്ളം കൊണ്ടുപോവുക ഇവരെ സ്വാധീനിച്ചിട്ട്. നാടക സ്ഥലത്തോട്ടല്ല പോകുന്നത്. അപ്പൊ ഈ കൂടെ ഉള്ള ചേട്ടൻ മിലിറ്ററി റിട്ടയർഡായ ഒരാളാണ്. അദ്ദേഹമായിട്ട് ഭയങ്കര അടിയായി വള്ളത്തിൽ നിന്ന്. വള്ളം മറിഞ്ഞു, ചെറിയൊരു ചാല് പോലെയാ. അതുകൊണ്ട് ആ ചേച്ചിക്കൊക്കെ വെള്ളത്തിൽ പരിചയ. ഞങ്ങളെയൊക്കെ പിടിച്ച് കരയിൽ കയറ്റി ഒരുപാട് ദൂരം നടന്ന് ഞങ്ങൾ സ്റ്റേജിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരുപാട് ഇയാളെ ഉപദ്രവിച്ചു. കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് കിടന്ന കാരണം എല്ലാവരും, പെണ്ണുങ്ങൾ ഉൾപ്പെടെ അയാളെ ഉപദ്രവിച്ചു. കാരണം രക്ഷപ്പെടണ്ടേ നമുക്ക്. അവിടെ ചെന്നപ്പോ അതിനേക്കാൾ ശക്തിയായിട്ട് അയാൾ അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ആ നാടകം കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഈ സ്വാതി തിരുനാൾ നാടകം കളിക്കാൻ പോയി. അപ്പൊ അന്ന് ഈ സെറ്റ് മാറിപ്പോയൊരു സംഭവം ഉണ്ടായല്ലോ. ഉണ്ടായി. അതെന്താണ്? അത് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മള് നാടകം, തൃപ്രയാറാ നാടകം. അപ്പൊ നല്ല ലോങ് ഓട്ടോ ആണല്ലോ. അപ്പൊ ഇത്രയും വെയിറ്റ് കയറ്റണ്ടെന്ന് വെച്ച് സെറ്റ് വർക്കേഴ്സ് ഇറക്കി വെച്ചത് സ്വാതിരുന്നാളിന്റെ സെറ്റാ. പക്ഷെ അവിടെ ചെന്ന് അവിടെ എത്താറായപ്പോണ്ട് സ്വാതിരുന്നാളിന്റെ കട്ടോട്ടർ എല്ലായിടത്തും വെച്ചേക്കുന്ന ഇന്ന് ഇത്ര മണിക്ക് നാടകം എന്നും പറഞ്ഞു. അപ്പോഴേ ഒരു ടെൻഷനായി. അവിടെ ചെന്ന് പരമാവധി നോക്കി ഇന്ദുലേഖ കളിക്കാൻ അവർ സമ്മതിച്ചില്ല. നഷ്ടപരിഹാരം അങ്ങോട്ട് വാങ്ങിച്ച് ഞങ്ങളെ വെറും കൈയോടെ തിരിച്ചു വിട്ടു.
അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. കാരണം നാട്ടുകാര് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 രൂപയുടെ ടിക്കറ്റ് എടുത്താലും 1000 രൂപയുടെ ടിക്കറ്റ് എടുത്താലും ഒരുപോലെ ചോദിക്കുമല്ലോ അവരോട്.